ഈ ലെറ്റ്സ് ഗോ ബാക്ക് ടു സോൾട്ട് മാംഗോ ട്രീ ടൈമില് ഈ സോൾട്ട് മാംഗോ ട്രീയുടെ ട്രാക്ക് ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഭയങ്കര ചെറുതാണ്. പക്ഷേ ഈ കാറ്റുമേലഞ്ചാരിക്ക് ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിരുന്നു. കാരണം ഒരു 90s നമ്മൾ കേട്ട ഒരു 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 അപ്പൂപ്പൻ ഒരു കുട്ടിക്ക് താരാട്ടുപാട്ട് പാടിക്കൊടുക്കുന്ന ആ ഒരു ടച്ച് ഭയങ്കരമായിട്ടുണ്ട്. ശരിക്കും ആ ടച്ച് ശരിക്കും എങ്ങനെയാ കിട്ടിയത്? അതിന്റെ വരികളാണ് ആക്ച്വലി. അപ്പൊ അതിന്റെ ലിറിക്സ് എഴുതിയിട്ടുള്ള എന്റെ അങ്കിളാണ് അസ്ലം. അപ്പൊ അസ്ലം മാമ ആണ് എനിക്ക് ഈ ലിറിക്സ് ഓൾറെഡി എഴുതിയ ലിറിക്സ് എനിക്ക് തന്നു. നമുക്കിതൊന്ന് കമ്പോസ് ചെയ്ത് നോക്കിയാലോ. അപ്പൊ ആ സമയത്ത് ഞാൻ പാരലലി രാജേഷ് ചേട്ടനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഫിലിമില് എനിക്ക് മ്യൂസിക് തരാം എന്നുള്ളൊരു അവസരം എനിക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പാരലലി ഈ സോങ് ഞാൻ കമ്പോസ് ചെയ്തിട്ട് ഇത് രാജേഷ് ചേട്ടനെ കേൾപ്പിക്കുകയാണ്. അങ്ങനെയാണ് രാജേഷ് ചേട്ടൻ്റെ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഈ പാട്ട് എടുക്കുന്നതും ഹിഷാം നമുക്ക് നീ ആയിരിക്കും ഇതിന്റെ മ്യൂസിക് കമ്പോസർ എന്നുള്ളത് രാജേഷ് ചേട്ടൻ പറയുക. അങ്ങനെ അവിടെ നിന്നാണ് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്. അപ്പൊ ആക്ച്വലി ഫസ്റ്റ് ലിറിക്സ് ആണ് എന്റെ ഇൻസ്പിറേഷൻ. പിന്നെ എനിക്ക് അങ്ങനെ ഒരു നമ്മുടെ നാട്ടിൻപുറം നൊസ്റ്റാൾജി എനിക്ക് ഇല്ല. കാരണം ഞാൻ വളർന്നതൊക്കെ സൗദിയിലാണ്. ജനിച്ചത് ചേർത്തലയാണ്, സ്വദേശം ആലപ്പുഴ. അപ്പം ഇവിടെ വരണം എന്നുള്ള എപ്പോഴും ഉള്ള ഒരു ആഗ്രഹമുണ്ട്. ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 2012 ഞാൻ തിരിച്ച് നാട്ടിൽ വരുന്നത്. ആ ആഗ്രഹത്തിന്റെ ഒരു ഫീൽ ഈ സോങ്ങിലുണ്ട്. എനിക്ക് എപ്പോഴെങ്കിലും തിരിച്ച് നാട്ടിൽ വന്ന് എനിക്ക് നാട്ടിൽ നിൽക്കണം എന്നുള്ള, ഇപ്പം ഞാൻ എൻ്റെ ലൈഫിനെ എങ്ങനെ കൊണ്ടുപോകുന്നോ ആ ആഗ്രഹമായിരിക്കും ഒരു പക്ഷെ ആ ട്രാക്കിൽ ഇമോഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അന്ന് ശരിക്കും കേട്ടവര് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു. ശരിക്കും ഹിഷാമിന് പരിചയമില്ലാത്ത ടെറൈനിൽ നിന്ന് ശരിക്കും എങ്ങനെയാ മ്യൂസിക് ഉണ്ടാക്കിയെടുത്തതെന്ന്? ശരി, തീർച്ചയായിട്ടും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ദേ വിൽ ബി സർപ്രൈസ്. കാരണം ഒബ്വിയസ്ലി മ്യൂസിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു കൺസിസ്റ്റന്റ് ഉള്ള ഒരു ഫീൽഡ് അല്ല. ഇപ്പോഴും എത്ര വർഷം കഴിഞ്ഞു പോയാലും ഇപ്പൊ ഇന്ന് AI-ന്റെ സഹായത്തിൽ നമുക്ക് മ്യൂസിക് ചെയ്യാം. അപ്പൊ പല സാധനങ്ങളിലോട്ട് നമ്മൾ എത്തി നിൽക്കുകയാണ്. എന്നാലും ഇതിനൊരു കൺസിസ്റ്റൻസി, ഒരു ഇഷ്യൂ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾവേസ് എനിക്കൊരു മ്യൂസിക് ഡയറക്ടർ ആവണം, +2 കഴിഞ്ഞാൽ എനിക്കൊരു മ്യൂസിക് കമ്പോസർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 പേരില് ആരും ഒരു 80 പേര് തിരിഞ്ഞു പോകും. ആകെ ഒരു 5-6 പേരെ ഉണ്ടാവുള്ളൂ. നീ ചെയ്തു നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നത്. അപ്പം അത് ഈ കാലഘട്ടത്തിലും ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും ഇസ് ദ സെയിം. മ്യൂസിക് കമ്പോസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്തും ഇപ്പൊ ഒരു ഫിലിമില് ഒരാള് ഈഷാം ഇത് വർക്കല്ല എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഓപ്ഷൻ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇസ് ദ സെയിം. ആ ഓപ്ഷൻ ചെയ്യാനുള്ള അവസരം ആ ഡയറക്ടർ തരണം, അത് വേറെ കാര്യം. അതിന്റെ ക്ഷമ എല്ലാ ഡയറക്ടറും കാണിക്കണം എന്നില്ല. പക്ഷെ അങ്ങനെ തന്നു കഴിഞ്ഞാൽ ദെൻ ഐ നോ ഓക്കെ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റണം. ആ ഒരു കോൺഫിഡൻസ് ലെവൽ അന്നും ഇന്നും ഇസ് ദ സെയിം. ഈ ശരിക്കും ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് ഈ മ്യൂസിക് പ്രയോറിറ്റീസ് ഭയങ്കരമായിട്ട് മാറുന്നുണ്ടല്ലോ. കാരണം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമയ്ക്ക് എന്തിനാണ് മ്യൂസിക്? ഇപ്പൊ പല ആവശ്യങ്ങളുണ്ട്. അതായത് സിറ്റുവേഷൻസ് ആയിരുന്നു ഒരു ടൈമില്. ഇപ്പൊ ഫാസിൽ സാറിന്റെ ഒക്കെ ബുക്കുകളൊക്കെ വായിക്കാൻ നമുക്ക് മനസ്സിലാവും, സിറ്റുവേഷനാ പറയുക, ഇന്ന സിറ്റുവേഷനിന്റെ പാട്ട്. പക്ഷെ ഇപ്പൊ പ്രയോറിറ്റി മാറി. അതായത് നമുക്ക് പാട്ട് റീച്ച് ആവണം, അതിനു വേണ്ടി ഒരുപാട് മാറിയിട്ടുണ്ട്. ശരിക്കും മ്യൂസിക് ഡയറക്ടേഴ്സ് എന്തോരം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സർക്കിളുകളിൽ പൊതുവെ ടോക്ക് ശരിക്കും എങ്ങനെയാ? ഞാൻ ആക്ച്വലി ഇപ്പം ഐ എം ട്രൈങ് ടു അഡാപ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി മലയാളം മ്യൂസിക് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഇപ്പം ഞാൻ തമിഴിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്, കന്നഡ ഡെലിവറി ചെയ്യുന്നുണ്ട്, തെലുഗു, ഹിന്ദി, ഈ പല ലാംഗ്വേജിൽ പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ച് മലയാളത്തിൽ വരുമ്പം ഇവിടെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് റെവല്യൂഷൻ. അതെ, ഇവിടെ വേടൻ വരുന്നു, ഇവിടെ ഡാബ്സി വരുന്നു, ഫെജോ, തിരുമാലി, ഒരു വലിയൊരു റെവല്യൂഷൻ നടക്കാണ്, ലിറിക്കൽ റെവല്യൂഷൻ നടക്കാണ്. സിനിമകളില് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ ഭാഗമാക്കി പ്രൊമോഷണൽ വർക്ക്സ് നടക്കുന്നു. അതൊരു വലിയ റെവല്യൂഷനാണ്. ഒരുപാട് വാതിലുകൾ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാനും സ്വയം നമ്മൾ ആലോചിക്കും, ഓക്കെ ഇനി നമ്മള് ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോങ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം, അതിപ്പോ ഡയറക്ടേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പൊ മലയാളത്തിൽ ഐ എം വെരി വെരി സെലക്റ്റീവ്.